സുപ്രധാനമായിട്ടുള്ള സമ്മേളനങ്ങൾക്ക് വേദിയാവുകയാണ് ബംഗളൂരുവിലെ സെൻറ് ജോൺസ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ്. ഇന്ന് ഭാരത കത്തോലിക്ക ലത്തീൻ സമിതിയുടെ സുപ്രധാനമായിട്ടുള്ള മീറ്റിംഗ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ മുതൽ ഒരാഴ്ചയോളം നേടുന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സമ്മേളനം നടക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത് നമ്മോടൊപ്പമുള്ളത് ഏറ്റവും ബഹുമാനപ്പെട്ട അഭിമന്യ അലക്സ് വടക്കന്തല പിതാവാണ്. പിതാവെ, സ്വാഗതം. ഇന്ന് ഭാരത ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സുപ്രധാനമായിട്ടുള്ള യോഗം നടക്കുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങൾ അതിൽ നിന്ന് പങ്കുവയ്ക്കും. CCBA അഥവാ ഭാരത ലത്തീൻ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ 37ാമത്തെ ജനറൽ ബോഡിയാണ് ഇന്ന് സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ വെച്ച് നടക്കുന്നത്. പ്രത്യേകിച്ച് ഭാരതത്തിലെ 130 ലത്തീൻ രൂപതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയും പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ ഒരു സമ്മേളനം. വളരെ സന്തോഷം തോന്നിയത്, പ്രത്യേകിച്ച് ഇന്നത്തെ പ്രഭാതത്തിലെ ഡിസ്കഷനിൽ വന്നത് കൊമ്മ്യൂണിയോ ഇന്ത്യ, ഭാരതത്തിലെ മിഷൻ കേന്ദ്രങ്ങളെ കൂടുതൽ സഹായിക്കുന്നതിനും അങ്ങനെ ഒരു പ്രേക്ഷിത ചൈതന്യം ജനങ്ങളിൽ അവബോധമുളവാക്കുന്നതിനും വേണ്ടി ആലോചിച്ച് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു പദ്ധതിയാണ് കൊമ്മ്യൂണിയോ ഇന്ത്യ. ഭാരതത്തിലെ എല്ലാ ലത്തീൻ രൂപതകളിൽ നിന്നും പ്രത്യേകിച്ച് ആഗമനകാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച അതിൻ്റെ അവബോധം കൊടുക്കുന്നു. കേരളത്തിലെ ലത്തീൻ രൂപതകൾ കൂടുതലും അത് നടത്തുക വലിയ നോയമ്പിൻ്റെ കാലഘട്ടത്തിലാണ്. കാരണം മിഷൻ ഞായറും പിന്നെ അതേപോലെ തന്നെ ഫ്രാൻസിസ് സേവ്യർ പുണ്യവാളൻ്റെ തിരുനാളിനോടനുബന്ധിച്ച് കൂടുതൽ കാര്യങ്ങളുള്ളത് കൊണ്ട് കൂടുതൽ സൗകര്യമായിട്ട്. ഏതായാലും ഈ ഒരു കാര്യം വളരെയധികം വലിയ അനുഗ്രഹമാണ് ഭാരതസഭയ്ക്ക് എന്നെനിക്ക് തോന്നുന്നു. കാരണം കൂടുതൽ പ്രേക്ഷിത ചൈതന്യവും തീഷ്ണതയും ഭാരത ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം ഈ ഒരു യോഗം ഇന്ന് നടന്നതും. ഉച്ച കഴിഞ്ഞിട്ട് വീണ്ടും 3 മണിക്ക് തുടരുന്നു. അത് മിക്കവാറും ഒരു 5:30-6 മണി വരെയും തുടരുമായിരിക്കും. ഏതായാലും വളരെ നന്നായിട്ട്, വളരെ കോഡിയൽ ഹൃദ്യമായിട്ടുള്ള ഒരു പങ്കുവയ്പ്പും ചർച്ചകളും ഒക്കെയാണ് ഇന്ന് പ്രഭാതത്തിൽ നടന്നത്. നാളെ മുതൽ പിതാവ് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ സുപ്രധാനമായിട്ട് യോഗം നടക്കുകയാണ്. അതിന് എത്രത്തോളം ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? ശരിയാണ്, 37ാമത്തെ തന്നെയാണ് CBCIയുടെയും, അതായത് ഭാരതത്തിലെ എല്ലാ മെത്രാന്മാരുടെയും ഈ കൂടിവരവ് ജനറൽ ബോഡി മീറ്റിംഗ് നടക്കുക. ഈ പ്രാവശ്യത്തെ തീം പ്രത്യേകിച്ച് വിശ്വാസവും രാഷ്ട്രവും എന്നുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസികൾക്ക് അത്ര ഒരു അനുകൂലമായ ഒരു കാലാവസ്ഥ അന്തരീക്ഷമല്ല ഈ കുറച്ച് നാളായിട്ടുള്ളത്. പക്ഷേ ഭാരതത്തിൻ്റെ ഭരണഘടന, അതിനെപ്പറ്റി നമ്മളെന്നും അഭിമാനിക്കണം. വി ദ പീപ്പിൾ, ഈ ഭാരതത്തിലെ ജനങ്ങളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു ഭരണഘടനയാണ്. അതിൻ്റെ പ്രത്യേകിച്ച് ഭരണഘടന അനുശാസിക്കുന്ന ആ മൗലിക കാര്യങ്ങളെല്ലാം എത്രയോ മഹത്തരമാണ്. യഥാർത്ഥത്തിൽ മാനവിക മൂല്യങ്ങളാണ്. അപ്പോൾ ആ മാനവിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയോടുള്ള ക്രിസ്ത്യൻ വിറ്റ്നസ്, ഒരു ക്രിസ്തീയമായിട്ടുള്ള പ്രതിജ്ഞാബദ്ധത, അതിൻ്റെ സാക്ഷ്യം, അതാണ് ഈ 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ഫെബ്രുവരി മാസം ബാംഗ്ലൂർ തന്നെ വെച്ച് നടക്കുന്ന ഈ യോഗത്തിൽ പരിയാലോചിക്കുന്നത്. അതോടൊപ്പം തന്നെ CBCIയുമായിട്ടുള്ള മറ്റ് അഡ്മിനിസ്ട്രേഷൻ, കാരണം വിവിധങ്ങളായ കമ്മീഷനുകൾ അതിൻ്റെ പ്രവർത്തിക്കുന്നുണ്ട്. ഹെൽത്ത് കമ്മീഷനുണ്ട്, ലേബർ കമ്മീഷനുണ്ട്. അങ്ങനെ വിവിധ കമ്മീഷൻ്റെയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. നാഷണൽ സെൻറ്റേഴ്സ് ഉണ്ട്. അഭിമാനമാണല്ലോ ഇവിടെ ഈ ബാംഗ്ലൂരുള്ള സെയിൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജ്. ഏറ്റവും സുദീർഘമായ വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ് ബാംഗ്ലൂരുള്ളത്. ഇതേപോലെ തന്നെ നോർത്ത് ഇന്ത്യയിൽ റാഞ്ചിയിൽ ഒരു പുതിയ മെഡിക്കൽ കോളേജിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ വളരെയേറെ ചുരുളാണ്. കാരണം 3 വർഷം അതിൻ്റെ തുടക്കകാലത്ത് ഞാൻ റാഞ്ചിയിലുണ്ടായിരുന്നു. അങ്ങനെയുള്ള ദേശീയ സ്ഥാപനങ്ങൾ, NBCLC, NBSC, അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ പറ്റിയുള്ള ചർച്ചയും അതിൻ്റെ വിലയിരുത്തലുമൊക്കെ ഉണ്ടാകും. അങ്ങനെ വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഭാരതത്തിൻ്റെ കത്തോലിക്ക മെത്രാൻ സമിതി ഈ 37ാമത്തെ ജനറൽ ബോഡി മീറ്റിങ്ങിന് ഒന്നു ചേർന്ന് വന്നിരിക്കുന്നത്.